നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പോ നിനക്കെല്ലാം മനസ്സിലായ സ്ഥിതിക്ക് കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. എടുക്കാനുള്ളത് എന്താന്ന് വെച്ചാ എടുത്തിട്ട് വേഗം ഇറങ്ങ. നമുക്ക് പോവാം. പൊന്നാരൻ തോട്ടത്തിൽ നിന്ന് മായ വിളിച്ചായിരുന്നു. എന്താ കാര്യം? കാര്യം എന്താണെന്നും പറഞ്ഞില്ല. നമ്മളെല്ലാവരും ഉടനെ പൊന്നാരൻ തോട്ടത്തേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. എന്താ ഇപ്പൊ അത്യാവശ്യം? ഞാനിത് എടുത്ത് ചോദിച്ചിട്ടും മായ ഒന്നും വിട്ടു പറഞ്ഞില്ല. ഉടനെ ചെല്ലണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നാ നമുക്ക് ഇപ്പൊ തന്നെ പോ. അച്ഛൻ വാ. അല്ല ശരിയല്ലേ, ഇന്ന് ഞങ്ങൾ അറിയാതെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അതൊക്കെ അവിടെ ചെല്ലുമ്പോ അറിയാലോ. ഏതായാലും അവിടെ എത്താൻ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഉടനെ അവിടെ എത്തണം. ആ അതും ശരിയാ. നമുക്ക് പോവാം. അതെ, ഞാൻ റെഡി ആയിട്ടില്ല. ഒരു 5 മിനിറ്റ്. ഞാൻ ഈ സാരി മാറിയിട്ട് പെട്ടെന്ന് വരാം. അതിന് നീ എവിടെ പോകുന്നു? അല്ല, ഞാനും വരണ്ടേ? എല്ലാവരും കൂടെ ചെല്ലണോന്നാ പറഞ്ഞ. തൽക്കാലം നീ വരണ്ട. അച്ഛാ, അത് ആദ്യം ഞങ്ങൾ ചെന്ന് കാര്യം എന്താ തിരക്കട്ടെ. എന്നിട്ട് അവിടെ നീ വരേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം. അന്നേരം നീ വന്നാ മതി. അല്ല, എല്ലാവരും കൂടെ. ഇപ്പോ ഞാൻ പറയുന്നത് കേട്ടാ മതി. കാള പറ്റുമെന്ന് കേട്ട ഉടനെ കയറെടുത്തോണ്ട് ചാടേണ്ട ആവശ്യമില്ല. നീ ഇവിടെ നില്ലേ? അച്ഛാ, അത് ശരിയല്ലേ, നമുക്ക് പോവാം. എന്തിനായിരിക്കും എല്ലാവരും അവിടെ വിളിപ്പിക്കുന്നത്? വന്നോ? വരണം വരണം. മായ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞു. കാര്യമൊന്നും പറഞ്ഞില്ല. എന്താ എന്തിനാ അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചത്? എന്താ കാര്യം? മായേ, അതിങ്ങെടുക്കാൻ. അല്ല, ഇത് വായിച്ചു നോക്കണം. ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്നും സിദ്ധുവിന്റെ പേർക്ക് അയച്ച ഡിവോഴ്സ് നോട്ടീസ്. അത് മനസ്സിലായില്ലേ? അത് മനസ്സിലായി. പക്ഷെ ഇത് ദേവിക, എനിക്കറിയില്ല. എനിക്കിതൊന്നും അറിയില്ല. അറിയില്ലേ? ദേവിയോട് ഞങ്ങൾ ചോദിച്ചു, അവക്കും അറിയില്ല. അപ്പൊ പിന്നെ ഈ ഡിവോഴ്സ് നോട്ടീസ് ആരാ അയച്ചത്? അച്ഛനും ദേവികയ്ക്ക് ഇതൊന്നും അറിയില്ല. ഞാനിതൊന്നും അച്ഛനോടും ദേവിയോടും പറഞ്ഞിട്ടില്ല. ഈ വക്കീൽ നോട്ടീസ് അയച്ചത് ഞാനാ. അപ്പോ ഞാൻ ഊഹിച്ചത് ശരി തന്നെയായിരുന്നു. ശ്രീകല എന്തിനാ ഈ ഡിവോഴ്സ് നോട്ടീസ് അയച്ചത്? ഡിവോഴ്സ് നോട്ടീസ് സാധാരണ എന്തിനാ അയക്കുന്നത്? വിവാഹ ബന്ധം വേർപെടുത്താൻ. അതിനുള്ള ആദ്യ നടപടിയാണ് ഈ നോട്ടീസ്. ദേവികയുടെ പോലും അറിവില്ലാതെ ശ്രീകല എന്തിനാ ചെയ്തത്? ഇവളെ ഞാൻ എന്തിനാ അറിയിക്കണം? ശരിയല്ലേ, ആരോടും ചോദിക്കാതെ ഇങ്ങനൊരു തീരുമാനം നീ എന്തിനാ എടുത്തത്? ഇത് വേണം. ഈ ഡിവോഴ്സ് ആവശ്യമാണ്. എന്റെ ഭർത്താവിനെ കൊന്ന ഒരാളോടൊപ്പമാണോ ദേവിക ജീവിക്കേണ്ടത്? അവളുടെ അച്ഛന്റെ കൊലപാതകയാ അവളുടെ ഭർത്താവ്. അങ്ങനെ ഒരാളുമായി അവൾക്ക് എത്ര നാൾ കഴിയാനാകും?
സാധിക്കില്ല. അയാൾക്കൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾക്ക് സാധിക്കില്ല. അത് നരകതുല്യമായിരിക്കും. പോരാത്തതിന് അയാൾ ഒരു ഭ്രാന്തനും കൂടി ആയ അവളുടെ ജീവിതത്തിന്റെ ഗതി എന്താവും? ശ്രീകലേ, എന്റെ കൊച്ചിനെ നീ ഭ്രാന്തരെന്ന് വിളിക്കരുത്. അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്റെ നിയന്ത്രണം തെറ്റി നിൽക്കുക. ഇല്ല, ഞാൻ നിങ്ങളുടെ കൊച്ചിനെ ഒന്നും പറയാൻ പോകുന്നില്ല. നിങ്ങളുടെ കൊച്ചുമോൻ ഡിവോഴ്സ് ഒപ്പിട്ട് തന്ന എല്ലാം അവിടെ കഴിയും. പിന്നെ എന്റെ ഭർത്താവിനെ കൊന്ന കേസ്, അതിലെന്ത് ചെയ്യണമെന്ന് ഈ ബന്ധം വേർപെടുത്തിയ ശേഷം ഞാൻ തീരുമാനിച്ചോളാം. എന്തു തന്നെയായാലും എനിക്ക് എന്റെ മകളുടെ ജീവിതം രക്ഷിച്ചേ മതിയാകൂ. അതെന്റെ കടമയാ. ദേവികയുടെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ ഈ ബന്ധം വേർപെടുത്തണം. അതേ മാർഗമുള്ളൂ. ശ്രീകലെ നിർത്ത്. ഞാൻ എന്തിനു നിർത്തണം? ഞാൻ ഇപ്പൊ എടുത്ത തീരുമാനം എനിക്ക് മുമ്പ് അച്ഛനാണ് എടുക്കേണ്ടിയിരുന്നത്. അച്ഛൻ അത് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ മുന്നിട്ടിറങ്ങി. ഇനി ദേവികയും സിദ്ധാർത്ഥനും തമ്മിലുള്ള ബന്ധം വേർപെടുത്തിയിട്ടേ ഞാൻ അടങ്ങും. അതിനിടയിൽ എന്നെ പിന്തിരിപ്പിക്കാൻ അച്ഛൻ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ അതിന് സാധിക്കില്ല. ഞാൻ പിന്മാറില്ല. ശ്രീകലെ, ഇത്ര വേഗം ഡിവോഴ്സ് എന്ന തീരുമാനത്തിൽ എത്തണം. ഇത് സിദ്ധുവിന്റെയും ദേവികയുടെയും ജീവിതം. എടുത്തു ചാടിയ ഒരു തീരുമാനത്തിൽ എത്തരുത്. ഒരിക്കലും ഇതൊരു എടുത്തുചാട്ടം അല്ല. വളരെ ആലോചിച്ച് ഞാൻ എടുത്ത തീരുമാനം തന്നെ ഇത്. ഞാനെന്നല്ല, എന്റെ സ്ഥാനത്ത് ഏതൊരു അമ്മയായാലും ഈ ഒരു തീരുമാനം തന്നെയാവും എടുക്കുക. അല്ല, ഞാനിവിടെ നിന്ന് പ്രസംഗിച്ചും വിശദീകരിച്ച് സമയം പാഴാക്കുന്നത് എന്തിനാ? നമുക്ക് കോടതിയിൽ കാണാം. ശ്രീകലെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. നിന്നോട് ചോദിക്കാൻ നിന്ന നീ ചിലപ്പോ നിന്റേതായ ന്യായീകരണങ്ങൾ പറഞ്ഞെന്ന് വരും. അതുകൊണ്ടാ നിന്നെ അറിയിക്കാതെ ഞാനിത് ചെയ്തത്. ഇപ്പോ നിനക്കെല്ലാം മനസ്സിലായ സ്ഥിതിക്ക് കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. എടുക്കാനുള്ളത് എന്താന്ന് വെച്ചാ എടുത്തിട്ട് വേഗം ഇറങ്ങ. നമുക്ക് പോവാം. എന്തൊരു നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? നിനക്ക് വരാൻ ഭാവമില്ലേ? വേണ്ട, നീ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട. ഒന്നും എടുക്കുകയും വേണ്ട. ഈ നിമിഷം തന്നെ നീ എന്റെ ഒപ്പം വരണം. വടി വാ, വാ ഇങ്ങോട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.